നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മളിന്ന് പരിശോധിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 7-ാം തീയതി വരെയുള്ള പൊതുഫലത്തെക്കുറിച്ചാണ്. മേടം മുതൽ മീനം വരെ വരുന്ന 12 രാശികളുടെയും പൊതുഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരിക്കലും ഒരു ജന്മജാതക ഫലമല്ല, പക്ഷേ പൊതുവെ കാണുന്ന ഒരു ഫലമാണ് എന്നുള്ള കാര്യവും വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. മേടൻ രാശിക്ക് 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വരുന്ന പൊതുഫലം താഴെ പറയാം. ഈ ആഴ്ച ചിലവ് അധികരിക്കുന്നൊരു സമയമാണ്. അനാവശ്യമായി ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കയ്യിൽ നിൽക്കേണ്ട പണം വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികളുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാൻ നിങ്ങൾ ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ അഹങ്കാരം ഉയരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കൂടി മാത്രം ഉപയോഗിക്കുക. ഇണയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവഗണന അത് നിങ്ങൾ തമ്മിലുള്ള ദൂരം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടായേക്കാം. എന്നാൽ ആരോഗ്യകാര്യങ്ങൾ ചെറിയ ശ്രദ്ധ അത്യാവശ്യമാണ്. ജോലിയിൽ നിങ്ങൾക്ക് ഉയർച്ചയും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായേക്കാം. മേലധികാരിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സമയമാണ്. മേടം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പരിഹാരമായി പറയാനുള്ളത് ചൊവ്വാഴ്ച ഹനുമാൻ ചാലീസ ചൊല്ലുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം സ്ഥിരതയുള്ള വരുമാനം ലഭിക്കും. ചെറിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട്. അതെല്ലാം നല്ല ഫലത്തെ നൽകും. ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വീട്, വാഹനം ഇവ സംബന്ധിച്ച് ചിന്തകളൊക്കെ തന്നെ വന്നു തുടങ്ങാം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ വളരെ മധുരതരമായ ബന്ധമായിരിക്കും. പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറിപ്പോവും. കുട്ടികളുടെ കാര്യത്തിൽ വളരെ കഴിവുകൾ ഉണ്ടാകും. അതൊക്കെ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരതയുള്ള ജോലി ലഭിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് പ്രാർത്ഥന നടത്തുന്നത് അത്യന്തം പ്രയോജനകരമാണ്. മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് മിഥുനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ വന്നു ചേരാനുള്ള സമയമുണ്ട്. പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൻ്റെ അസ്ഥിരതയുണ്ടാകാം. ഐശ്വര്യബോധം കുറയാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സംസാര കാര്യങ്ങളിലൊക്കെ പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. മൗനമാണ് പലപ്പോഴും ഗുണം ചെയ്യുക. ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ അനാവശ്യമായ സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകേണ്ട സമയമാണ്. മാറ്റങ്ങളെ സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ബുധനാഴ്ച ഗണപതിക്ക് പ്രാർത്ഥന ചെയ്യുന്നത് അത്യന്തം നല്ല ഫലത്തെ നൽകും. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടക രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. കുടുംബത്ത് വലിയ സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സമ്പാദ്യം അത് ക്രമത്തിലായി വരും. മാനസിക സമാധാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഇണയുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ആശയങ്ങൾ നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകും. ജോലിയിലൊക്കെ വലിയ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയാണ്. എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമെന്ന് പറയുന്നത് തിങ്കളാഴ്ച ശിവനെ അർച്ചന ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായി നാം പരിശോധിക്കുന്നത് ചിങ്ങൻ രാശി നക്ഷത്രത്തെക്കുറിച്ചാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. മാനവും മര്യാദയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും. മാനസികമായ കാര്യങ്ങൾ നിയന്ത്രണം വേണം. ഈഗോ നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുട്ടികൾ അഭിമാനം നൽകുന്ന വാർത്തകൾ കൊണ്ടുവരും. ജോലിയിൽ അധികമായ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനവർദ്ധനവിന് സാധ്യതയുണ്ട്. തീർച്ചയായും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് വളരെ ഫലത്തെ ചെയ്യുന്നതാണ്. അടുത്തതായി നാം പരിശോധിക്കുന്നത് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ലളിതമായ ജീവിതമായിരിക്കും. കുടുംബത്തിൽ സേവന മനോഭാവമുള്ളവരായിരിക്കും. ദാമ്പത്യത്തിൽ പരിഭവങ്ങൾ തുറന്നു പറയേണ്ട സാഹചര്യമുണ്ടാകും. കുട്ടികളുടെ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ജോലി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വിശദാംശങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. പരിഹാരമായി പറയാം, ബുധനാഴ്ച ബുധന് പ്രാർത്ഥന ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരമായ ഫലത്തെ ചെയ്യുന്നതാണ്. അടുത്തതായി നാം പരിശോധിക്കുന്നത് തുലാം രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്.
സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വലിയ പങ്കാളിത്ത നേട്ടം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൗന്ദര്യബോധമുണ്ടാകും. കുടുംബത്തിൽ സമതുലിതമായ സമീപനമായിരിക്കും സ്വീകരിക്കുക. ദാമ്പത്യ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊക്കെ ഒരു പ്രണയം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുട്ടികൾക്ക് കലാപരമായ കഴിവുകളുണ്ടാകും. ജോലിയിൽ സഹകരണമുണ്ടാകും, വിജയമുണ്ടാകും. പരിഹാരമായി പറയാനുള്ളത് വെള്ളിയാഴ്ച ദേവിക്ക് പ്രാർത്ഥന ചെയ്യുന്നുള്ളതാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രഹസ്യമായ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആത്മശക്തി ഉയരും. കുടുംബത്തിൽ നിയന്ത്രണത്തിൻ്റെ സ്വഭാവം വരും. അത് ഒഴിവാക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. ദാമ്പത്യപരമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പരസ്പരം വിശ്വാസമുണ്ടാകണം. അത് നിർണായകമായൊരു കാര്യമാണ്. കുട്ടികളുടെ മാനസികമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. അവർക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജോലി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഗവേഷണ മേഖലയിലാണ് നിങ്ങൾക്ക് നേട്ടം പറഞ്ഞിരിക്കുന്നത്. പരിഹാരമായി ചെയ്യേണ്ടത് നാഗപൂജയാണ്, നാഗസ്മരണയാണ്. വീണ്ടും പരിശോധിക്കുന്നത് ധനുരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. യാത്ര മൂലം വളരെയേറെ ചിലവുകൾ വരാനുള്ള സമയമുണ്ട്. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. ആത്മീയമായ ചർച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുറന്ന മനസ്സോടുകൂടി തന്നെയായിരിക്കും പങ്കാളികളുമായി ഇടപെടുക. കുട്ടികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. വ്യാഴാഴ്ച ഗുരുവിന് പ്രാർത്ഥന ചെയ്യുന്നത് തീർച്ചയായും നല്ല ഫലത്തെ ചെയ്യുന്നതാണ്. അടുത്തതായി നാം പരിശോധിക്കുന്നത് മകരം രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. കഠിനാധ്വാനം നല്ല ഫലം നൽകുന്നൊരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു സ്ഥിരത ലഭിക്കും. ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിറവേറ്റാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്, ചെയ്യേണ്ടതായിട്ടും വരും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സഹകരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ ശിക്ഷിക്കേണ്ട സാഹചര്യം വന്നേക്കാം, പക്ഷേ അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവരുടെ നന്മയെ കരുതി അവരെ ബോധ്യപ്പെടുത്തി മാത്രം അത് ചെയ്യുക. ജോലിയിൽ പുരോഗതിയോ സ്ഥാനവർദ്ധനവോ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എങ്കിലും ശനി പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് കാണുന്നുണ്ട്. കുംഭൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയാണ് സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് കാണുന്നത്. സാമൂഹികമായ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സൗഹൃദത്തിൻ്റെ സമീപനമായിരിക്കും. ദാമ്പത്യ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പരസ്പര സ്വാതന്ത്ര്യവും ബഹുമാനവും ഉണ്ടാകേണ്ട സമയമാണ്. കുട്ടികൾക്ക് പുതിയ ചിന്തകളൊക്കെ ഉണ്ടായേക്കാം, അതിന് ഇടം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജോലി കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ മേഖല, പുതിയ മേഖലകൾ, ഇവയിലൊക്കെ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് പൊതുവെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മീനൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഐശ്വര്യം, ആത്മീയ തൃപ്തി, ഇവയൊക്കെ തന്നെയാണ് മീനൻ രാശിയുടെ പ്രത്യേകത. വരവും ചെലവും നിങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള സാധ്യത. കുടുംബത്തിൽ നിങ്ങളോട് കരുണയോടുകൂടി പെരുമാറുന്ന രീതിയാണ് എല്ലാവർക്കും ഉണ്ടാകുക. ദാമ്പത്യത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ സൃഷ്ടിപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു തുടങ്ങും. ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കല, സേവന മേഖല, ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പരിഹാരമായി പറയാം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണത്തെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണെന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.